ശ്രീനഗറിലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറേയേറെ വാഗ്ദാനങ്ങൾ കാശ്മീരിനായി നൽകുന്നു. അതായത് കാശ്മീരിൽ സംസ്ഥാന പദവി നൽകുമെന്ന് പറയുന്നു. ഓരോ കുടുംബങ്ങളിലെയും പ്രായമായ സ്ത്രീകൾക്ക് 18,000 രൂപ വീതം നൽകുമെന്ന് പറയുന്നു. പിന്നെ 7 ലക്ഷം രൂപ വരെ ഓരോ കുടുംബങ്ങൾക്കും ചികിത്സാ സൗജന്യം നൽകുമെന്ന് പറയുന്നു. യുവജനങ്ങൾക്കൊക്കെ തൊഴിലവസരങ്ങൾ നൽകും. പിന്നെ പറയുന്നത് സോളാർ പാനലിന് വേണ്ടി മാത്രം 80,000 രൂപ നൽകുമെന്ന് പറയുന്നു ഓരോ കുടുംബങ്ങൾക്കായിട്ട്. അപ്പോൾ ഇത്രയേറെ വാഗ്ദാനങ്ങൾ മോദി സർക്കാർ കാശ്മീരിനായി നൽകുകയാണ്. ഈ വരാൻ പോകുന്ന സെപ്റ്റംബർ 25-നാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. വെറും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വാഗ്ദാനങ്ങളായി മാത്രം മോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വാക്കുകളെ കണ്ടാൽ മതിയോ, അതോ മോദി സർക്കാർ പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുമെന്ന് കരുതുന്നുണ്ടോ? എല്ലാ വട്ടത്തെ പോലെ തന്നെയാണ് ഈ വട്ടം. എല്ലാ ഒരു ഇലക്ഷൻ സമയമാകുമ്പോഴും കുറേ വാഗ്ദാനങ്ങളുമായിട്ട് ഇതുപോലെ എല്ലാ ഭരണാധികാരികളും വരുന്നത് പോലെ തന്നെയാണ് മോദി വന്നിരിക്കുന്നത്. പക്ഷേ മോദിക്ക് മറ്റുള്ളവരിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് ഒരു ഭൂരിഭാഗവും ചെയ്ത് കാണിക്കാറുണ്ട്. നമുക്ക് ഇത്രയും നാളത്തെ ഒരു 3 വർഷത്തെ ഭരണത്തിന്റെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെയും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ അയോധ്യയുടെ കാര്യമാണെങ്കിൽ തന്നെയും അയോധ്യയില് ക്ഷേത്രം നിർമ്മിക്കും എന്ന് അദ്ദേഹം ഒരു വാഗ്ദാനം കൊടുത്തു. ഒരിക്കലും നമ്മൾ വിചാരിച്ചിരുന്നില്ല, ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ച സംഭവങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു അയോധ്യയിൽ ഒരു ക്ഷേത്രം വരിക എന്നുള്ളത്. പക്ഷെ അത് അദ്ദേഹം ചെയ്തു കാണിച്ചു. അതുപോലെ തന്നെയാണ് ജമ്മു കാശ്മീരില് ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റിയതിനു ശേഷം അവിടെ സ്വതന്ത്രമാക്കുക, ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാക്കുക എന്നുള്ള ഒരു സംഭവം പറഞ്ഞതും അതും ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. അതും അദ്ദേഹം നടക്കില്ല എന്ന് നമ്മൾ എന്ത് വിചാരിച്ചു അത് ചെയ്ത് കാണിച്ചൊരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അപ്പോൾ അത്രയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ 3ാം തവണയും മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറിയത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൊട്ട്, ആദ്യത്തെ 2 തവണത്തെയും ഭരണത്തിന്റെ കാര്യം അല്ല ഞാൻ സംസാരിക്കുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൊട്ടാണ് മോദി സർക്കാരിന് ഒരു ചെറിയ വീഴ്ച പോലെ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത്. എന്നത്തെയും പോലെ തന്നെ സാധാരണ ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ ഉള്ള BJPയുടെ അതേ തന്ത്രം തന്നെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്. ഒരു വർഗീയത, ആദ്യം വാഗ്ദാനങ്ങളായിരുന്നു. ആദ്യത്തെ അവരുടെ ഒരു രീതി, തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉള്ള രീതി എന്ന് പറഞ്ഞാൽ കുറെ വാഗ്ദാനങ്ങൾ കൊടുക്കുക. ഇന്ന സാധനങ്ങൾ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, ഞങ്ങൾ ചെയ്ത് കാണിച്ചവരാണ്. അത് കാണിച്ചതിന് ശേഷമാണ് അത് പറയുന്നത്. ഞങ്ങൾ ഇന്ന സംഭവങ്ങൾ, ഇന്ന വികസനങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുന്ന കുറെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. വാഗ്ദാനങ്ങൾ കൊടുത്ത ആദ്യത്തെ ഒരു സെക്ഷൻ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഭൂരിപക്ഷം കുറഞ്ഞു എന്നറിഞ്ഞപ്പോഴാണ് 2ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് അദ്ദേഹം വർഗീയതയിൽ പിടിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ വളരെയധികം വൈറലായിട്ടുള്ള ഒരു സംഭവമാണ്. വർഗീയത പിടിച്ചുകൊണ്ട് വോട്ട് നേടാനുള്ള ഒരു ശ്രമം മോദി സർക്കാർ ചെയ്തിരുന്നു. നരേന്ദ്രമോദി തന്നെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു വിഭാഗം മുസ്ലിം ജനങ്ങളെ അടിച്ചു താഴ്ത്തിക്കൊണ്ട് മറ്റൊരു വിഭാഗം ഹിന്ദു ജനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹം എന്ന് കാഴ്ചവെച്ചത്. അതായത് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ഇവിടെ ഫലവത്താവില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹം വർഗീയത പിടിച്ചുകൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലേക്ക് പോയത്. അത് വളരെ വ്യക്തമായിട്ട് അന്ന് മനസ്സിലാകാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നായിരുന്നു ഈ ഭാരത് ജോഡോ യാത്ര നടത്തി രാഹുൽ ഗാന്ധി വളരെയധികം ജനകീയത പിടിച്ചു പറ്റിയ സമയമായതുകൊണ്ട് തന്നെ ഈ BJP സർക്കാരിന് വളരെയധികം ഒരു ഭൂരിപക്ഷം കുറഞ്ഞു നിന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു കഴിഞ്ഞതാണ്. പക്ഷെ ഇത്തവണ അദ്ദേഹം വീണ്ടും 3ാം തവണയും അധികാരത്തിലേറിയപ്പോഴും ഒരു 300-400 ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ ഗാന്ധി വിജയിക്കുമെന്നൊന്നും അദ്ദേഹം കരുതിയിരുന്നില്ല. അത്രത്തോളം ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും രാഹുൽ ഗാന്ധിക്ക് ഒരു സ്കോപ്പ് ഉണ്ടെന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലായി കാണണം. ഇനി ഒരു തെരഞ്ഞെടുപ്പ്, അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നേ ആയിട്ട് വീണ്ടും വാഗ്ദാനങ്ങളുമായിട്ട് മോദി മുന്നോട്ട് നേട്ടം. അതേ BJPയുടെ പഴയ തന്ത്രം തന്നെയാണ് അദ്ദേഹം വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലായാലും നമുക്ക് കാണാൻ കഴിഞ്ഞത്, ആദ്യം ഈ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വന്ന സമയത്തും BJPക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ. ഈ 5 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിൽ എന്തോ ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ BJPക്ക് ആയിരുന്നു. അപ്പൊ അന്നും അവിടെ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി പ്രയോഗിച്ചത്. അപ്പൊ അവിടെ ഭൂരിപക്ഷം കുറഞ്ഞത് മറ്റൊരു, അതായത് രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കൂടി നിന്നത്, അദ്ദേഹത്തിന്റെ ജനകീയത കൂട്ടിയത് ഈ ഭാരത് ജോഡോ യാത്രയിലൂടെ അദ്ദേഹത്തിന്റെ ജനകീയത കൂടുകയും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂടുകയും ചെയ്തപ്പോൾ BJP ഇടിയുമോ എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് വർഗീയത പിടിച്ചുകൊണ്ടുള്ള ഒരു വോട്ടിംഗ് തന്ത്രം അദ്ദേഹം തുടർന്നത്. അപ്പൊ അതേ തന്ത്രം തന്നെയാണ് വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ്.
അതുമായി ബന്ധപ്പെട്ട് ആദ്യമേ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. അപ്പം സ്ത്രീജനങ്ങളെ എല്ലാം നമുക്ക് ഈ BJP-യുടെ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം നോക്കിയാലും അവരുടെ അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഈ വട്ടവും കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. സ്ത്രീകളെയും ഹിന്ദു വോട്ടുകൾ നേടാനും, സ്ത്രീകളുടെ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടുന്നത് സ്ത്രീകളിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് മുസ്ലിം സ്ത്രീകളുടെ മുത്തലാഖ് ഒഴിവാക്കിക്കൊണ്ടുള്ളതും അങ്ങനെയുള്ള കുറെ നിയമങ്ങൾ എടുത്ത് കളഞ്ഞതുകൊണ്ടും മുസ്ലിം സ്ത്രീകളുടെ വോട്ടുകളും നരേന്ദ്രമോദിക്ക് കിട്ടിയിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ വളരെയധികം തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്നെയാണ് നരേന്ദ്രമോദി ഇങ്ങനെ വോട്ട് നേടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് തന്നെയാവണം ഇതുപോലത്തെ പുതിയ പുതിയ വാഗ്ദാനങ്ങളുമായിട്ട് നരേന്ദ്രമോദി രംഗത്ത് വന്നത്. പക്ഷേ എത്രത്തോളം വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ഒരു 90% അദ്ദേഹം അത് വാഗ്ദാനങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് തന്നെ ഇതിനെ കാണുകയും ചെയ്യാം. ഇപ്പോൾ അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് വാഗ്ദാനങ്ങൾ മാത്രമല്ല ജനങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ യുവജനങ്ങളുടെ കയ്യിൽ, കാശ്മീരിലെ യുവജനങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ കൊടുത്ത് അവരെ ആയുധധാരി ആക്കിയത്, അവിടെ ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണ്. കോൺഗ്രസും നാഷണൽ കോൺഫറൻസും PDP-യുമാണ്. PDP പോലെ ഒരു PDP കുടുംബമായാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും അവിടെ സംഘടിച്ചു യുവജനങ്ങൾക്കിടയിലും മറ്റു ജനങ്ങൾക്കിടയിലുമൊക്കെ ഒരു യുദ്ധം സൃഷ്ടിച്ചത്, ഒരു കലാപം സൃഷ്ടിച്ചെന്ന രീതിയിലാണ് പറയുന്നത്. ഇവർ 3 പേരും ഒരു കുടുംബ രാഷ്ട്രീയമാണ് വെച്ച് പുലർത്തുന്നത്. കുടുംബ രാഷ്ട്രീയത്തിലൂടെയാണ് രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നത്. കാശ്മീരിനെ കാണുന്നത് ഇവരാണ് ആയുധധാരികളാക്കി കാശ്മീരിനെ മാറ്റുന്നൊരു പ്രസ്താവന കൂടി അദ്ദേഹം ഇറക്കിയിരുന്നു. അപ്പോൾ വാഗ്ദാനങ്ങൾ മാത്രമല്ല, കോൺഗ്രസിനെയും കൂടെ അടിച്ചു ചവിട്ടിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ, സെപ്റ്റംബർ 25-ന് നടക്കാൻ പോണ ആദ്യഘട്ട കാശ്മീരിലെ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എത്രത്തോളം അത് സാഫല്യം ആകും, അത് BJP-ക്ക് എത്രത്തോളം വോട്ട് കിട്ടുമെന്നുള്ളത് സെപ്റ്റംബർ 25-ന് ശേഷം വോട്ട് എണ്ണൽ, തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന അതിൻ്റെ ഫല പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എത്രത്തോളം ഈ ഒരു സ്ട്രാറ്റജി, സ്ത്രീ ശാക്തീകരണം എന്നൊരു തന്ത്രം, അതിനുശേഷം പിന്നെ കുറേ വാഗ്ദാനങ്ങൾ, സംസ്ഥാനത്തിന് കൊടുത്തിരിക്കുന്ന ഈ പദവി, ഓരോ കുടുംബങ്ങൾക്കുള്ള സൗജന്യ ചികിത്സ പോലുള്ള വാഗ്ദാനങ്ങളും, പ്ലസ് വർഗീയത കാശ്മീരിൽ ഇതുവരെ വർഗീയത പ്രസംഗങ്ങളിൽ ഉയർത്തിയിട്ടില്ല. എന്നാൽ കൂടിയും കോൺഗ്രസിനെ ചവിട്ടി താഴ്ത്താൻ ഒരു അവസരം കിട്ടുമ്പോൾ അദ്ദേഹം നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി തന്നെയാണ് എന്നും BJP നിലനിർത്തുന്നത്. ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ എത്രത്തോളം അത് ഫലപ്രദമാകുമെന്നത് കണ്ടറിയാം.